നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിപ്പ്. ആര്യ നായകനായിട്ടുള്ള അനന്തൻകാട് കണ്ടു. ഡയറക്റ്റഡ് ബൈ GN കൃഷ്ണകുമാർ, റൈറ്റഡ് ബൈ മുരളി ഗോപി. മുരളി ഗോപി ഇതിനകത്തൊരു പ്രധാന വേഷത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ആര്യയും മുരളിയും ഗോപിയും കൂടാതെ ഇന്ദ്രൻസ്, സുനിൽ, പിന്നെ നിഖില വിമലൊക്കെ ചെറിയ റോളേ ഉള്ളൂ. പിന്നെ അപ്പാനി രവി, പിന്നെ റെജീന കസാൻഡ്ര തമിഴ്നടിയായിട്ടുള്ള, പിന്നെ മെയിനായിട്ട് റോളില് ശാന്തി ബാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ മെയിനായിട്ട് പറയുന്നത് ഒരു പക്ക ബേസ്ഡ് ഓൺ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഒരു 80s 90s കാലഘട്ടം. അന്നത്തെ ഗുണ്ടകളുടെ ഒരു ചേരി, പിന്നെ കൊട്ടേഷൻ, പിന്നെ തട്ടിക്കൊണ്ടുപോല്, കൊള്ള, അങ്ങനെ ഒരു മെയിനായിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കോർ തീം ആക്ച്വലി. പ്ലസ് ഇതിനകത്ത് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു തമിഴ് പുലികളുടെ, അതായത് ശ്രീലങ്കൻ തമിഴ് പുലികളുടെ കുറച്ച് സീക്വൻസുകളും വരുന്നുണ്ട്. മെയിനായിട്ട് ആര്യനെ ഒരു ശ്രീലങ്കനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന ആളായിട്ട് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. പടം ഔട്ട് ആൻഡ് ഔട്ട് എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ് ആണ്. ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പടം. കാരണം ഡയറക്ഷൻ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ബൈ എസ് യുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് എന്താ പറയാം, ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് എസ് യുവ. എഡിറ്റഡ് ബൈ രോഹിത് VS വാര്യത്ത്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത് ശക്തി ശരവണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു പക്ക പൊളിറ്റിക്കൽ, ഒരു കൊമേഴ്ഷ്യൽ എല്ലാം ഉണ്ട് ഈ സിനിമയിൽ ആക്ച്വലി. മുരളി ഗോപിയുടെ തിരക്കഥ ആയതുകൊണ്ട് ഡയലോഗുകൾക്ക് ഒരു പഞ്ഞുമില്ല. പുള്ളിയുടെ ഒരു രാഷ്ട്രീയം നന്നായിട്ട് ഈ സിനിമയിൽ പുള്ളി പറയുന്നുണ്ട്. നല്ല ഡയലോഗ് ഡെലിവറീസ് ആണ് ഗംഭീരം. പ്ലസ് ആക്ടേഴ്സിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, ആക്ടിങ് ടോപ്പ് നോച്ച് സാധനം. ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഒരു വിഷ്വൽ ക്വാളിറ്റി പ്ലസ് വിഷ്വൽ ക്ലാരിറ്റി, ഇത് രണ്ടും നന്നായിട്ട് പടം കീപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ടു എൻഡ് ഗംഭീര എക്സ്പീരിയൻസ് ആണ് സിനിമ. ഇതിനൊക്കെ നമുക്ക് മെയിനായിട്ട് എന്താ പറയാ, ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ഈ കുറച്ച് ഒരു ഇച്ചിരി വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഈ പടത്തില്. ഞാനിപ്പോ ഈ പറഞ്ഞവർ കൂടാതെ വേറെ മറ്റു കുറെ ആളുകളും വരുന്നുണ്ട്. എന്നാൽ പോലും ഇവരെല്ലാം എന്താ പറയാ, ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ആളെ ഭയങ്കരമായിട്ട് സെൻട്രലൈസ് ചെയ്ത് ഭയങ്കര വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് പടം. നമുക്കൊരു എക്സ്ട്രാ ഷോട്ട്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും നമുക്കൊന്ന് ഫീൽ ചെയ്യില്ല. പിന്നെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കയറിയ തിയേറ്ററിന്റെ ആണെന്നാണ് തോന്നുന്നത്, ഡോൾബി അറ്റ്മോസിന്റെ അവര് സ്റ്റാർട്ടിങ്ങിൽ ഒരു ടീസർ പോലെ ഡോൾബി അറ്റ്മോസിന്റെ ഇട്ടു. അത് മാത്രമായിരുന്നു എഫക്റ്റ്. അത് കഴിഞ്ഞ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര സൗണ്ട് കുറച്ചിട്ടേക്കണതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല. പക്ഷെ അജനീഷ് ലോക്നാഥിന്റെ കാര്യത്തിൽ പറയണ്ട, ഗംഭീര സ്കോറിംഗ് ആണ്. ഈ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഇന്ദ്രൻസ്, അപ്പാനി, മുരളി ഗോപി, അങ്ങനെ അവരുടെയൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആക്ച്വലി. അവരുടെ ഈ പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് അവരുടെ കൂട്ടത്തിൽ ദേവ്മോഹനും അത്യാവശ്യം ഗംഭീര ക്യാരക്ടറാണ്. അപ്പം ഇവരുടെ ഒരു ഗ്രൂപ്പിന്റെ എൻട്രിക്ക് തന്നെ ഗംഭീര ഒരു സ്കോറാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് സാധനം. ഈച്ച് ആൻഡ് എവ്രി വൺ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് കാണിക്കുന്ന കുറച്ചൊരു മനസ്സിൽ തട്ടുന്ന കുറച്ചിതാണ് ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ അവസ്ഥയും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. കുറച്ച് ഒരു ചെറിയൊരു ബ്രൂട്ടാലിറ്റി പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം ഒരു എ സർട്ടിഫൈഡ് ആയിട്ടുള്ള പടമാണ്. എന്നാൽ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പടം. പക്ക ഒരു തിയേറ്റർ വാച്ച് ഈ പടത്തിന് കിട്ടണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. കാരണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീര, ഒന്നും നമുക്ക് കളയാനില്ല. ആ പടം ഒരു സ്റ്റാർട്ട് ടു എൻഡ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ എൻഡിങ് കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്ക്. ചിലവർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട്
ഫസ്റ്റ് പകുതി വരെ നിർത്തിയിട്ട് സെക്കൻഡിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇവർ കാണിച്ചിട്ടില്ല. കറക്റ്റ് സ്റ്റാർട്ട് ടു എൻഡ് നല്ല വൃത്തിയായിട്ട് എൻഡ് ചെയ്ത് നിർത്തി. ആർക്കൊക്കെ പണി കിട്ടണം എന്ന് നമ്മൾ പേഴ്സണലി വിചാരിക്കുന്ന വില്ലന്മാർക്ക്, ഇവർക്കൊക്കെ ഇതിനകത്ത് പണി കിട്ടിയിട്ടുണ്ട്. ഒയ്യോ, പണ്ടത്തെ അന്നത്തെ രാഷ്ട്രീയം അതിനകത്ത് മെയിനായിട്ട് എന്താ പറയാ, ഈ ഗുണ്ടകളെയൊക്കെ രാഷ്ട്രീയക്കാരാണല്ലോ വളർത്തുന്നത്. അപ്പോൾ ഈ അന്നത്തെ ആ രാഷ്ട്രീയക്കാർ ഇവരെ വെച്ചിട്ട്, അതായത് ഇപ്പൊ ഈ ഗുണ്ടകളെ വെച്ചിട്ട് എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്, ഇവരെ രാഷ്ട്രീയക്കാരെ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ വലിച്ചെറിയുന്നത്, അങ്ങനെ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് പടത്തിൽ. നമുക്കത് ഓരോ സീക്വൻസും മനസ്സിലാവും, നമുക്ക് പക്കയായിട്ട് നമുക്കത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും വ്യക്തമാക്കിയിട്ട് ചില ഗൂസ് ബം മൊമെന്റ്സുകളുണ്ട്. ഗൂസ് ബം എന്ന് വെച്ചാൽ ഹൈ ഗൂസ് ബംപ് അല്ല, ഗംഭീര കൈയടിക്കാനുള്ള കുറേ സാധനങ്ങൾ നമുക്കുണ്ട് പടത്തില്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പക്ക എനിക്ക് കൈയടിക്കാനോ എന്ന് തോന്നിയിടത്തൊക്കെ നന്നായിട്ട് കൈയടിച്ച് ഹാപ്പി ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉള്ളിൽ നിന്ന് വരുമല്ലോ, ആ ഒരു സംഭവമായിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഒരു മസ്റ്റ് വാച്ച് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അനന്തങ്കാട്. ഈ അനന്തങ്കാട് ആ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്തിന്റെ പഴയ പേരാണ് അനന്തങ്കാട്. അപ്പൊ പ്രോപ്പർ ഒരു ട്രിവാൻഡ്രം സ്റ്റോറിയാണ് പടം. അതുകൊണ്ട് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവര് ക്യാപ്ചറിങ് ആയിക്കോട്ടെ, എല്ലാം ഒരു വൺ ബൈ വൺ ബ്രിക്ക് ബൈ ബ്രിക്ക് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ടറിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, GN കൃഷ്ണകുമാർ. ഞാൻ പറഞ്ഞു, ആള് ടിയാന്റെ ഡയറക്ടറാണ്. അത് മുൻപരിചയമുള്ള ആളാണ്. മെയിനായിട്ട് അതിനു മുന്നേ കോളേജ് ഡേയ്സ്, പിന്നെ കാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ദ്രജിത്തിന്റെ 2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടിയാൻ ചെയ്തു. ടിയാനിലാണ് മുരളി ഗോപിയായിട്ട് അസിസ്റ്റ് വരുന്നത് രണ്ടുപേരും. പിന്നീടാണ് ആ ഒരു സുഹൃത്ത് ബന്ധം ആയിരിക്കണം മേ ബി ഈ ഒരു സിനിമയിലേക്ക് വന്നത്. അതിനകത്ത് പറ്റിയ കുറെ അമളിത്തരങ്ങൾ ഇതിനകത്ത് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അയ്യോ ഗംഭീരം. റൈറ്റിംഗ് ആയിക്കോട്ടെ, ചില ഗംഭീര സീനുകളുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സീനുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട് ആക്ച്വലി പറയാനായിട്ട്. ഒരിക്കലും നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു നഷ്ടം എനിക്ക് തോന്നുന്നു മീൻസ് തിയേറ്ററിൽ പോയി കണ്ടതിൽ ഒരു നഷ്ടം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല.